ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പൂന്തോട്ടം സെറ്റ് ചെയ്താൽ നമുക്ക് പുറത്തുനിന്ന് തന്നെ മേടിക്കാതെ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ തന്നെ സാധാരണ ഉണ്ടാകുന്ന പൂക്കൾ വെച്ച് തന്നെ നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാം. ഞങ്ങളുടെ വീട്ടിൽ അധികം പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല, പുറത്തുനിന്ന് മേടിക്കണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെണ്ടുമല്ലി, സീനിക അതൊക്കെ വെച്ച് തന്നെ സാധാരണ നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യാറ്. അപ്പോൾ അത് കഴിഞ്ഞ വർഷം ഇഷ്ടംപോലെ മല്ലികയായിരുന്നു വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വിത്ത് തനിയെ വീണുണ്ടായതാട്ടോ അത്. അത്യാവശ്യം നല്ല വലിയ പൂക്കൾ. അതുപോലെ തന്നെ ബാൽസ്യം നമുക്ക് കണ്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൂക്കളുണ്ടാവും. ഇതിൻ്റെ തന്നെ വേറെ ഷെയ്ഡുണ്ട്. ഇത് പിങ്ക് ഷെയ്ഡാണ്. ഇതിന് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. കളർ ചേഞ്ച് മിക്സഡ് വൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബാൽസ്യം തന്നെ. പിന്നെ നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഒരു സാധനമാണ് ആകാശമല്ലി യെല്ലോ കളറും അതുപോലെ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡ് കളറും എല്ലാ വീട്ടിലും ഉള്ളതാട്ടോ. പിന്നെ സീനിക, ഇതൊക്കെ അത്യാവശ്യം നമുക്ക് വെറുതെ വിത്ത് പാവിയാൽ തന്നെ അത്യാവശ്യം നല്ല പോലെ പൂക്കളുണ്ടാവും. അതിങ്ങനെ അടുപ്പിച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് മേടിക്കുന്ന പൂവിൻ്റെ അതേ ഭംഗിയുണ്ട് ഇവർക്കൊക്കെ. സീനികളും നമുക്ക് ഒരു വിത്ത് തന്നെ പാവിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ കളർ ചേഞ്ചുകൾ കിട്ടും കേട്ടോ. ഇപ്പോൾ പിങ്ക് ഉണ്ട്, റെഡ്, അതുപോലെ തന്നെ ലൈറ്റ് റോസ് ഒക്കെ പല പല കളറുകൾ കണ്ടാവും. ചെറുപ്പത്തിൽ തന്നെ അത്യാവശ്യം നല്ല പൂക്കൾ ഉണ്ടാകുന്നുണ്ടൊക്കെ. പിന്നെ അതുപോലെ കാശിത്തുമ്പ, ഇതൊക്കെ വിത്ത് പാവിയാൽ തന്നെ അത്യാവശ്യം നല്ലപോലെ പൂക്കൾ ഉണ്ടാകുന്ന വിത്ത് ഒരു ചെടിച്ചട്ടിയിൽ ആദ്യം പാവിയിടുക. അതിനുശേഷം ഇതുപോലെ നല്ല ഏരിയയിൽ ഇങ്ങനെ സൈക്കിൾ വെച്ച് കൊടുത്താൽ മതി. അത്യാവശ്യം ഇപ്പോൾ നല്ലോണം പൂക്കൾ ഉണ്ടായി തുടങ്ങുന്നുണ്ട് എല്ലാത്തിലും. പിന്നെ ബോഗൺവില്ല അത്യാവശ്യം ഇപ്പോൾ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. കാശിത്തുമ്പയിൽ ഇതുപോലത്തെ ഡാർക്ക് കളറാണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ആദ്യം ലൈറ്റ് കളറായിരുന്നു വീട്ടിലുണ്ടായത്, പിന്നെ ഡാർക്കിൻ്റെ വിത്ത് കിട്ടിയപ്പോൾ ഞങ്ങൾ അതും പാവിയതാണ്. അതുപോലെ ആകാശമല്ലിയുടെ തന്നെ ഒരു വേറൊരു ചേഞ്ച് ആട്ടോ അത്, പിങ്ക് കളറ് നമുക്ക് പുതുതായിട്ട് ഇപ്പോൾ കിട്ടിയതാണ്. അതാണ് നല്ല ഭംഗിയുണ്ട്, നല്ല വെറൈറ്റിയാണ്. രാത്രിയാണ് ഇതിനെ കിട്ടിയത്. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും അതിനെ നട്ട്, പക്ഷേ നല്ല ഉഷാറോടുകൂടി തന്നെ അത് വളർന്നു വന്നിട്ട് ഇപ്പോൾ പിങ്ക് ഷെയ്ഡ് നമ്മൾ അധികമൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വെറൈറ്റിയാണ്. അപ്പം നമുക്ക് വീട്ടിലുള്ളത് ഇതുപോലത്തെ ചെടികളൊക്കെ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.